പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈവനിങ് വ്ളോഗാണ്. അപ്പം ഞങ്ങൾ 2-3 ഡാൻസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കയറി ഇതിനകത്ത് കുറച്ച് നേരം വെളിയിലൊക്കെ നിന്നു. അപ്പോൾ വീഡിയോ എടുക്കണം ഒരു ഐഡിയ ഇല്ലായിരുന്നു. തോന്നിയപ്പോൾ നമുക്കൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇട്ട് കയറി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചായ ഒക്കെ ഇടണം. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോവാം. അവിടെ നിന്ന് നമുക്ക് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ചായ ഒക്കെ ഇടാം. അപ്പൊ ഗൈസ്, നമുക്കിനി എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ഈ ചായയോടൊപ്പം കഴിക്കാൻ സ്നാക്സ് ഉണ്ട്. ഗൈസ്, ഇപ്പം ഏകദേശം ഒരു 5:30 ആയി. സാധാരണ ചായ ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് ഇടും. ഇന്നിപ്പോ ഡാൻസ് ഒക്കെ എടുക്കാൻ ഇറങ്ങിയോണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി. സൺഡേ ഇതൊക്കെ ഒതുക്കി വെക്കണം. ഞാൻ ഇതെല്ലാം ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിരുന്നു. ഗ്യാസിൽ ഇങ്ങോട്ട് ഇറക്കി വെച്ചിരുന്നു. ഞായറാഴ്ച ദിവസമാണ് ഇപ്പൊ വരുമ്പോ ഉച്ചയ്ക്ക് മീൻ കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് ഇച്ചിരി ധൃതി പിടിച്ചായിരിക്കും ഞായറാഴ്ചയുടെ ജോലി. നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു താഴെ കമന്റ് ചെയ്യും ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വേണോ വേണ്ടയോ എന്ന്. അപ്പുറത്തൊരു വാവുണ്ട്, വാവ വരുന്നു. അതാണ് ഇവിടെ വന്ന് ജനലി. അപ്പുറത്തെ വാവ വന്ന് ഇവിടെ അടുത്തേ അപ്പുറത്തെ ഫ്ലാറ്റില് ഒരു വാവയുണ്ട്. ഇപ്പോഴും വരും. സത്യത്തിൽ അവള് വരുന്നുണ്ട്, ഒരു അനക്കം ഉണ്ട്. അല്ലാതെ നമ്മള് വീട്ടിലെ കണക്കൊന്നും അല്ലല്ലോ. ഫ്ലാറ്റ് ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും അടച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. ഫ്ലാറ്റ് എന്ന് പറയുമ്പോഴേ തന്നെ ഫ്ലാറ്റ്. ഞങ്ങൾക്കൊക്കെ അവിടെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വല്ലാതെ പിന്നെ താഴത്തെ ഫ്ലോർ ആയിട്ട് കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. എപ്പോഴും പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ. മേളിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഇറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അതാണ് ഈ ഫ്ലാറ്റ് ജീവിതവും വീടും തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞു നമുക്ക് 3 പേർക്ക് ചായ മതി. ഇപ്പൊ ഗൈസ് നമുക്ക് ചായക്ക് വെച്ചു. കുറച്ച് ഏലക്കയും തേയിലയൊക്കെ എടുക്കാം. എനിക്ക് ചായയിൽ ഏലക്കയിട്ട് കുടിക്കുന്ന ഇഷ്ടമാണോ? ചിലർക്ക് അത് ഇഷ്ടമല്ല. ഞങ്ങൾക്കൊക്കെ ഏലക്കയിട്ട് കുടിക്കുന്ന ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് പാല് തിളച്ചിട്ടുണ്ടോ? തേയില ഇടാം. തേയിലയാണ് കേട്ടോ. ചായ ഇട്ട് നമുക്ക് ചായ കുടിക്കാം. നിങ്ങളെല്ലാരും ചായ കുടിച്ചോ? ഇങ്ങനെ നിന്നായിരിക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ സ്ലാബ് ആയാലേ നമ്മള് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം. ഭയങ്കര പാടാണ്. ഞങ്ങൾ മേടിക്കുന്ന ട്രൈപോഡ് എല്ലാം പെട്ടെന്ന് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നു. 2 ട്രൈപോഡ് ചീത്തയായി. ഇനി വാങ്ങിക്കണം. സച്ചുമോനുള്ളപ്പോഴാണ് എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നത്. വേറെ ആരെയും ഞാൻ വീഡിയോ എടുക്കാൻ വിളിക്കാറില്ല. ചായ ഇട്ട് നമുക്ക് സ്നാക്സ് എടുക്കാം. കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഉമ്മ കുറച്ച് സ്നാക്സും ഒക്കെ കൊടുത്തു വിട്ടു വീട്ടിൽ നിന്ന്. അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ച് എന്നാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ എടുക്കാം. അപ്പൊ നമുക്ക് കേക്കും അച്ചപ്പം പിന്നെ കുറച്ച് അരി ഉണ്ട് കേട്ടോ. അത് കുറച്ച് ചോക്കോസ് അച്ചപ്പം, ചായക്കട കേക്ക്. ഇതെന്തുവാ? അത് അരിയുണ്ട. സ്റ്റോക്കോസ് പാലി ഇട്ട് കുടിക്കാം. ചോക്കോസ് പാലി ഇട്ട് തരാം. ബിസ്ക്കറ്റ് എടുത്ത് വെക്കണം. അതിന് പോലെ ഇപ്പൊ ഈ സ്നാക്സ് എല്ലാം എടുത്ത് കുപ്പികളിലൊക്കെ ഇട്ട് വെക്കണം. അപ്പൊ ചായ ഇട്ട് കുടിച്ചിട്ട് വന്നിട്ട് അത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് തണുത്ത് പോകും. ഇതുപോലെ അപ്പൊ എല്ലാം 3 ഇതെടുത്ത വേറെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് കഴിക്കാൻ മാത്രമല്ല, ഞങ്ങൾക്ക് 3 പേർക്കും. ഞാനും മക്കളും
ഇക്ക ഉറങ്ങുവാണ്. അപ്പൊ ഇക്ക എണീക്കുമ്പോ ഇക്കാക്ക് കൊടുക്കുക. അപ്പം ഞങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ചായയൊക്കെ കുടിച്ചോ? ചിലപ്പോ നിങ്ങൾ ഇത് കാണുന്ന സമയം ചായ കുടിക്കുന്ന സമയമല്ല. അപ്പൊ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇനി പാത്രം എല്ലാം കഴുകി വെക്കണം. എന്നിട്ട് പിന്നെ മഹരിബായി. പിന്നെ മഹരിബൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങിയിരിക്കണം. ചായയുടെ പാത്രങ്ങളൊന്നും കഴുകിയില്ലായിരുന്നു. ചായയുടെ പാത്രം പെട്ടെന്ന് കഴുകി വെക്കാം. ഇപ്പൊ സന്ധ്യയായി. കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് നേരം അവിടെ ഇരുന്നു. കിച്ചണിൽ പൊതുവെ രാത്രി വീഡിയോ എടുക്കാൻ പറ്റും പാടാ. കാരണം വെട്ടം കുറവാ. എന്നുവെച്ചാൽ ഇവര് ഈ കബോർഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നോണ്ടേ ട്യൂബ് ഇങ്ങനെ മറഞ്ഞിരിക്കും നമ്മളിങ്ങനെ നിൽക്കുമ്പോ. ഇല്ലേ, ഇങ്ങോട്ടാകുമ്പോ വെട്ടമുണ്ട്. പക്ഷെ ഇവിടെ നമ്മള് വാഷ് ബേസിന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് വെട്ടം കിട്ടത്തില്ല. എന്നാലും ഞങ്ങള് രാത്രിയൊക്കെ ഇവിടെ ചിലപ്പോ ലൈറ്റ് വന്നിട്ടില്ല. അത് ശരി, ഇട്ടിട്ട് വരാവോ പോയി? ലൈറ്റ് ഫ്രണ്ടിലത്തെ എല്ലാം ഇട്ടോ? ഒരുപാട് അടുക്കളയിൽ അങ്ങനെ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കും. വെട്ടത്തിലേക്ക് എന്തിരിക്കുന്നില്ലേ? എപ്പോ നോക്കിയാലും അടുക്കി പറക്കൊക്കെ ഞാനിവിടെ അങ്ങനെ പാത്രങ്ങളൊന്നും ഞാൻ വെച്ചേക്കത്തില്ല. ഞാൻ എല്ലായിടത്ത് കഴുകി പറക്കി ഉണക്കിയിട്ട് കബോർഡിൽ അങ്ങ് വെക്കും. ജസ്റ്റ് നമ്മൾ ഇപ്പൊ എടുക്കുന്ന പാത്രങ്ങൾ മാത്രമേ ഇവിടെ ഇങ്ങനെ വെക്കത്തുള്ളൂ. അത് ഇങ്ങനെ അപ്പോഴേ കഴുകി അങ്ങ് വെക്കും. അതിന് എന്റെ മോൻ ചോദിച്ചു, ഉമ്മയുടെ അടുക്കി പറക്ക് തീർന്നില്ലേന്ന്. എനിക്ക് എന്തോ അങ്ങനെ പാത്രം ഇങ്ങനെ പിരുന്ന് കിടക്കുന്ന ഒരു വല്ലാതെ തോന്നും. ഇങ്ങനെ അടുക്കി പറക്കി ഇങ്ങനെ വെക്കുമ്പോ ഒരു സന്തോഷം, ഒരു സമാധാനം. സച്ച് ലൈസ് എടുത്തോ ഇട്ടപ്പോ വീണ ഞാൻ ഈ ജനലിൽ ഇങ്ങനെ മുട്ടത്തോടെ വെച്ചേക്കുന്ന എന്തിനാണെന്നറിയാവോ? ഒന്ന് വിചാരിക്കരുത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കും മുട്ടത്തോടെ ഇരിക്കുന്നത്. ഇത് മുട്ട പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് നല്ല കഴുകും. തോട് നല്ല കഴുകിയിട്ട് ഇങ്ങനെ വെച്ചേക്കും. അത് രാത്രി ആകുമ്പോഴത്തേക്ക് എടുത്ത് ഇങ്ങനെ സ്ലാബിൽ വെക്കും. പല്ലി വരത്തില്ലെന്ന് പറയും മുട്ടത്തോട് വെച്ചാൽ. എനിക്കറിയത്തില്ല, എനിക്കിങ്ങനെ എന്റെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പല്ലി വരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ വെച്ചാ. അപ്പൊ അന്ന് മുതൽ ഞാനും അങ്ങനെ വെക്കും. പാല് കാച്ചിട്ട് ചോക്കോസ് ഇട്ട് വെച്ചു. ഇച്ചിരി കൂടെ ചൂടുണ്ടല്ലോടാ. ചോക്കോസ് കുടിച്ചിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. എന്താ വേൾഡ് പോപ്പുലേഷൻ ഡേ പോസ്റ്റർ വരയ്ക്കാണ്. സ്കൂളിൽ പോസ്റ്റർ വരച്ചോണ്ട് പോകണം. അപ്പം എല്ലാവർക്കും ഉമ്മയെ ആരായിരിക്കും വരച്ചിരിക്കുന്നത് അല്ലേ? തന്നെ വരയ്ക്കും. ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യും. ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. കളറൊക്കെ അടിച്ചു. കളർ അടിച്ചില്ല, കളർ ഇരിപ്പുണ്ടായിരുന്നു, അത് പോയെന്ന് ഒന്നൊടിഞ്ഞ്. അപ്പം നമ്മൾ വരയ്ക്കുന്നത് കണ്ട് ഈ ഇതിനകത്തുള്ള എൻ്റെ ഉമ്മ ഒരു കലാകാരിയാണ് ഗൈസ്. ഭയങ്കര വരപ്പൊക്കെയാണ്. കരണ്ട് പോയി, കരണ്ട് വന്നു. അപ്പം കരണ്ട് പോയപ്പോഴും ഉമ്മ വരയ്ക്കുമായിരുന്നു. ഇപ്പൊ നാണ്ട് വരച്ചിത്ര എത്തി. എനിക്ക് കണ്ടിട്ട് കോങ്ങണ്ട് കണക്ക്. ഇത് മേളിലോട്ട് എങ്ങാണ്ടായിരുന്നു വീഡിയോക്കകത്ത്. ഇതാ ആ, അപ്പൊ രണ്ട് സൈഡിലെ അങ്ങനെ വരയ്ക്കണ്ടേ? അങ്ങനെ വേണ്ട. ശിവന്റെ അഭ്യർത്ഥന പ്രകാരം ഇങ്ങനെ കൊച്ചിന് പോസ്റ്റർ തയ്യാറാക്കുക. ടീച്ചർ അത് കാണുമ്പോഴാണ് നീ അല്ലേ ഇത് വരച്ചേ. എൻ്റെ ഒരു വിഷമം ക്രയോണില്ല, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൊരു വിഷമം. ക്രയോൺ വാങ്ങിക്കുന്നൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവരും. ഇപ്പൊ കുറച്ച് കിടന്നത് അപ്പുറത്തെ പൊടി കുഞ്ഞെടുത്തോണ്ട്. ക്രയോണേ രാവിലെ വാങ്ങിച്ചിട്ട് ഇത് കളർ അടിച്ചിട്ട് കൊണ്ടുപോകണം. അന്നേരം ഭംഗിയില്ലേ? പിന്നെ
അച്ചൂസ് അപ്പം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ. സൂപ്പറാണ്. ഇതെനിക്ക് കാണുമ്പോൾ ലഡു മാത്രം പാത്രത്തിൽ ഇട്ട് ചെയ്യുന്നു. അങ്ങനെ പലതും തോന്നും. ലഡു വന്ന് ജിലേബി കൊള്ളാം. ഉണ്ടായിരുന്നു കൈ ഉണ്ടായിരുന്നു, കൈ വരയ്ക്കുവാണ്. ഫൈനലി അതേ കണക്കൊക്കെ ആയില്ലെങ്കിലും കുറച്ചൊക്കെ അത് ഡൈജസ്റ്റ് കൊള്ളാം. നാളെ രാവിലെ വീഡിയോ കറക്റ്റ് കാണുന്നില്ല. അടുത്തോട്ട് വരാം. പെൻസിലല്ലേ. നാളെ രാവിലെ കളറിന്റെ ചെയ്യാം, എന്നിട്ട് കൊടുത്തുവിടാം. അപ്പൊ ഗൈസ് ഇനിയിപ്പോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നത് വരേക്കും ലവ് യു.